വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മണ്ണാർക്കാട് SC/ST കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഒരു മാസമായി ഒളിവിൽ കഴിയുന്ന പ്രശോഭിനായി ഇപ്പോഴും വീട്ടിൽ തപ്പി പോലീസ്. പ്രശോഭിനെതിരെ ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രശോഭ്. ജോലി വാഗ്ദാനം നൽകി പ്രശോഭ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പാലക്കാട്ടെത്തിയ താനുമായി സൗഹൃദം സ്ഥാപിച്ച ഇയാൾ താമസ സ്ഥലത്തും കാറിലും പിന്നീട് ഹോട്ടലിലും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ഗർഭചിത്ര മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചു. MLA, MP എന്നിവരുമായി നല്ല ബന്ധമാണെന്ന് പറയുകയും അവരുമായി നിൽക്കുന്ന ഫോട്ടോ ഇയാൾ കാണിച്ചതായും പരാതിയിൽ പറയുന്നു. അതിജീവിത കഴിഞ്ഞ ദിവസം നേരിട്ട് കോടതിയിലെത്തി ദുരനുഭവം വിവരിച്ചിരുന്നു. പരാതി നൽകിയ ശേഷം പ്രശോഭ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും മൊഴിയിൽ പറയുന്നു. പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ടും കൗൺസിലർ ഇൻവോൾവഡ് ആയിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജാമ്യാപേക്ഷയിൽ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും സെക്ഷൻ 64 ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് കേസിലെ FIR എന്നുള്ള നിലയ്ക്ക് 64(2), അതുപോലെ തന്നെ 64(2)M, 2B, 332 ഒക്കെ BNS പുതിയ നിയമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും അലജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോടതിയുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് സെക്ഷൻ 69 എന്ന BNSലെ വകുപ്പാണ് പ്രധാനമായിട്ടും ഈ കേസിൽ നിൽക്കുക എന്ന ഫൈൻഡിങ്ങിലേക്കാണ് എത്തിയിട്ടുള്ളത്. 69 പറയുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന കണ്ടന്റാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത് എന്നും അതാണ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. ഈ വകുപ്പിന് BNS 69 എന്ന് പറയുന്ന വകുപ്പിന് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും ആണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1.5 വർഷക്കാലമായി പ്രതിയും അതുപോലെ തന്നെ സർവൈവറും തമ്മിൽ പരിചയമുണ്ട് എന്ന കണ്ടെത്തലും കോടതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവൈവറുടെ കാസ്റ്റിനെ സംബന്ധിച്ച് സർവൈവർ ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് ഉൾപ്പെട്ട ആളാണെന്നുള്ള നല്ല ബോധ്യം പ്രതിക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് SC/ST വകുപ്പിലെ 3 to 5 എന്ന് പറയുന്ന വകുപ്പും ഇതിൽ നിലനിൽക്കും. ഈ പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലേക്കാണ് കോടതി ഈ ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, BNSലെ 69-ാം വകുപ്പും അതോടൊപ്പം തന്നെ SC/ST അട്രോസിറ്റീസ് ആക്ടിലെ അതിലെ 3 to 5 എന്ന വകുപ്പും ഇതിൽ പ്രധാനമായിട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SC/ST വകുപ്പിലെ 18-ാം വകുപ്പ് അനുസരിച്ച് അത് നിരസിക്കുകയാണ് എന്നാണ് പ്രധാനമായിട്ടും ഈ വിധിയിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ പ്രശോഭിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ പ്രശോഭ് ഒളിവിലാണെന്നാണ് പോലീസ് വാദം. ഇത്രയും ഗുരുതരമായ പരാതി പ്രശോഭിനെതിരെ ഉയർന്ന 1 മാസം കഴിഞ്ഞിട്ടും പ്രശോഭ് ഒളിവിൽ തുടരുന്നത് പോലീസിന്റെ സഹായത്തോടെയാണെന്ന ആരോപണം ഉയരുന്നതിനിടെ പാലക്കാട് DYSPയുടെ നേതൃത്വത്തിൽ പ്രശോഭിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കോൺഗ്രസ് നേതാക്കളും പ്രശോഭിന് സംരക്ഷണം ഒരുക്കുന്നുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.